ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ടുള്ള പ്രയാണം വളരെ ടഫാണ്, ബുദ്ധിമുട്ടേറിയതാണ് എന്നുള്ളതാണ് ഒരു വസ്തുത. കാരണം അമേരിക്കയുടെ സാമ്പത്തിക ശക്തിയോട് തുലനം ചെയ്യാവുന്ന മറ്റ് ശക്തികളില്ല. ഇപ്പോൾ ചൈന 2ാം സ്ഥാനത്ത് വരുന്നുണ്ട് എങ്കിൽ പോലും അമേരിക്കയുടേതിനേക്കാൾ 40% താഴെയാണ് അവരുടെ നിൽപ്പ്. അപ്പോൾ നമുക്ക് നമ്മുടെ കയറ്റുമതി പോലുള്ള പല കാര്യങ്ങളിലും അവരെ ആശ്രയിക്കാൻ സാധ്യമല്ല. നമുക്ക് ഇപ്പോൾ തന്നെ അറിയാം, ചൈനയിൽ നിന്ന് ഇറക്കുമതിയെ നമുക്കുള്ളൂ, അങ്ങോട്ടുള്ള കയറ്റുമതി നാമമാത്രമാണ്. അതേസമയം അമേരിക്കയിൽ നിന്നുള്ള കാര്യത്തിൽ അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി തീരെ കുറവാണ്, അങ്ങോട്ട് കയറ്റുമതി ധാരാളമുണ്ട്. അതാണ് ട്രംപും പറയുന്നത്. ഇന്ത്യയെ സംബന്ധിച്ച് 2 മാർഗങ്ങളാണുള്ളത്. ഒന്ന്, നേരത്തെ പറഞ്ഞതുപോലെ റഷ്യ, ചൈന തുടങ്ങിയ പല രാജ്യങ്ങളുമായിട്ടും ബന്ധപ്പെട്ട് ഒരു ബഹുമുഖ അല്ലെങ്കിൽ ബഹുതല സംഘം ഉണ്ടാക്കിയിട്ട്, അല്ലെങ്കിൽ ഒരു ബഹുദ്രുവ ലോകത്തിന്റെ ഭാഗമാണ് നമ്മളെന്ന് പറഞ്ഞുകൊണ്ട് അവരുമായിട്ട് പൊരുതുക. അത് എത്രമാത്രം അതിന് ഈ രാജ്യങ്ങൾ സഹായിക്കും എന്നൊക്കെ ഉള്ളത് കണ്ടറിയണം. ഇപ്പോൾ ചൈന മാത്രം പോരാ, ചൈന, റഷ്യ, യൂറോപ്യൻ യൂണിയൻ, പിന്നെ വികസ്വര രാജ്യങ്ങൾ, ഇവരെല്ലാവരും നമ്മുടെ കൂടെ നിന്നാൽ മാത്രമേ ഇങ്ങനെ ഒരു പോരാട്ടത്തിന് സാധിക്കുകയുള്ളൂ. 1970കളിലും അതിനു മുമ്പുള്ള 1-2 ദശകങ്ങളിലും ഒക്കെ ചേരിചേരാ രാജ്യങ്ങൾ ഒന്നിച്ചു നിന്നപ്പോൾ പലതും സാധിച്ചു. ഇന്നിപ്പോൾ അത് നടക്കുമോ എന്നറിയത്തില്ല. പിന്നെയുള്ള മാർഗം അമേരിക്കയുടെ അടുത്ത് കീഴടങ്ങുന്നത് പോലുള്ള ഒരു സമീപനമാണ്. അത് ഇന്ത്യയുടെ രാജ്യ താല്പര്യത്തിന് യോജിക്കുന്നതുമല്ല. അപ്പൊ ഈ വിഷയത്തില് മറ്റൊന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അമേരിക്കയ്ക്കും ഒരു താല്പര്യമുണ്ട് ഇന്ത്യയിൽ വ്യാപാരം നടത്തണമെന്ന്, ഇന്ത്യയിലേക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ കൊണ്ടുവന്ന് കൂടുതലായി വിൽക്കണമെന്ന്. ഇന്ത്യക്കും താല്പര്യമുണ്ട് അവരുമായിട്ടും മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള വ്യാപാരം. എന്തായാലും രാജ്യ താല്പര്യം ബലി കഴിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനത്തിനുമില്ല എന്ന് ഇന്ത്യൻ സർക്കാർ വ്യക്തമാക്കിയതാണ്. വളരെ നന്ദി ശ്രീ ടി.സി. മാത്യു.